ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. വിശ്വാസികളുടെ വോട്ട് നഷ്ടപ്പെടുമെന്ന് മനസ്സിലായ CPM വർഗീയവാദികളുടെ വോട്ട് വെച്ച് ബാലൻസ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ തുറന്നു പറച്ചിലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. RSSുമായി പതിറ്റാണ്ടുകളായുള്ള ബാന്ധവം തുറന്നു പറയാൻ MV ഗോവിന്ദൻ മനസ്സ് കാണിച്ചതിൽ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഒന്നുകിൽ RSSുമായി ഞങ്ങൾക്ക് ബാന്ധവമില്ല എന്ന് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയണം. അങ്ങനെ പറയുകയാണെങ്കിൽ ഒപ്പം പറയേണ്ട കാര്യം എന്താണ്? MV ഗോവിന്ദൻ പറഞ്ഞത് തെറ്റാണ് എന്നുകൂടി പറഞ്ഞു വെക്കണം. അതല്ല, MV ഗോവിന്ദൻ പറഞ്ഞതും ശരിയാണ്, RSSുമായി ബന്ധവുമില്ല എന്ന് പറയുന്നതിനെ നമ്മള് വഴുവഴുക്കലെന്നും നിലപാടില്ലായ്മയെന്നും ഉരുണ്ട് കളിക്കലെന്നും ഒക്കെയാണ് പറയുന്നത്. ഏതൊരു വായു ബിസ്ക്കറ്റ് ആണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ആളുകളും CPMനെ കൈവിട്ടുവെന്നതിന്റെ തെളിവ് കൂടിയാണ് പാർട്ടി സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. തന്നെ വിമർശിക്കുന്ന LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. MV ഗോവിന്ദനെ തള്ളിപ്പറയാൻ സ്വരാജ് തയ്യാറുണ്ടോ എന്നും രാഹുൽ ചോദിച്ചു. RSSനോട് ഇന്നും പിണറായിക്ക് പ്രതിബദ്ധതയുണ്ടെന്നും അത് അഭിനന്ദനാർഹമാണെന്നും രാഹുൽ പറഞ്ഞു. ശ്രീ പിണറായി വിജയനെ പറ്റി എനിക്കുള്ളൊരു പ്രത്യേകമായ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന ഒരു വിഷയം, ഞാൻ അദ്ദേഹത്തെ അങ്ങനെ അഭിനന്ദിക്കുന്ന ഒരു വിഷയം അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് ആണ് RSSനോടുള്ള. കാരണം 77-ൽ RSSനോടുള്ള RSS സഹായിച്ചതിന്റെ കമ്മിറ്റ്മെന്റ് 2025-ലും വിട്ടുമാറാത്ത ആ സ്ട്രോങ് ഹോൾഡ് കമ്മിറ്റ്മെന്റ് RSSനോട് ഇപ്പോഴും അദ്ദേഹം വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആരോടെങ്കിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണല്ലോ, ആ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന സത്യസന്ധതയെ ഞാൻ അഭിനന്ദിക്കുക. SFI നേതാവിനെ കൊലപ്പെടുത്തിയ PDPയുമായി ധാരണയുണ്ടാക്കിയവരാണ് UDFനെതിരെ രംഗത്ത് വരുന്നതെന്ന് ഓർക്കണമെന്നും രാഹുൽ പറഞ്ഞു. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിലായി CPM പുറത്തിറക്കിയ പത്രപരസ്യത്തിന്റെ നിലമ്പൂർ വേർഷനാണ് ഗോവിന്ദന്റെ പ്രസ്താവനയെന്നും ഇത് പ്രീ പ്ലാൻഡായി തന്നെ ചെയ്ത കാര്യമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കൂട്ടിച്ചേർത്തു. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.